എവ്രി വൺ, എല്ലാവർക്കും കേസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പുതിയ ടോപ്പിക്കാണ് കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെയും അടുത്ത ക്ലാസ്സിലുമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് 2 ക്ലാസ്സിലായിട്ട് നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചും വളരെ വിശദമായിട്ട് മനസ്സിലാക്കും. നമ്മൾ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 10th ലെവൽ പ്രിലിമിനറി എക്സാമിൽ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ KASന്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് 6ാമത് റൈറ്റ്സ് ഇഷ്യൂസ്, ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഭാഗവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ടോപ്പിക്കുകളെയും വിശദമായിട്ട് കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് ഈ ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. അതായത് 2 എക്സാമിനും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഈ ഒരു ക്ലാസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് കേസ് ഇൻസൈറ്റ്സ് എന്ന ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് PSCയുടെ എല്ലാ പരീക്ഷകൾക്കും, KS ഉൾപ്പെടെ എല്ലാ പരീക്ഷകൾക്കും തയ്യാറാകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നതിനെ നമ്മൾ ഇംഗ്ലീഷിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു ബോഡി, അതായത് മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ബോഡി ആവശ്യമുള്ളത് എന്തിനാണ്, എങ്ങനെയാണ് ഇന്ത്യയിൽ രൂപം കൊണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താണ് മനുഷ്യാവകാശം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾക്ക് ബേസിക് ആയിട്ടുള്ള കുറേ അവകാശങ്ങളുണ്ട്. എന്നാൽ ചില സമയത്ത് ഇത്തരത്തിലുള്ള അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിലുണ്ടാവും. ഉദാഹരണത്തിന് നമ്മളെ അനാവശ്യമായിട്ട് പോലീസ് പിടിച്ചുകൊണ്ടുപോയി നമ്മളെ എവിടെ കിടന്ന് മർദ്ദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനുഷ്യാവകാശത്തെയാണ് അവർ തടസ്സപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അമേരിക്കയിലെയും മറ്റുമൊക്കെ ഗ്വാണ്ടനാമോ എന്ന് പറയുന്ന തടവറകളിലുമൊക്കെ ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോയി ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയാക്കുന്നുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ രാജ്യത്തെ ജയിലുകളിലും മറ്റും, തീഹാർ ജയിലിലും മറ്റും ഒക്കെ കൊണ്ടുപോയിട്ട് അവിടുത്തെ നമ്മുടെ ജയിലിൽ കിടക്കുന്ന ആൾക്കാരെ വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും ടോർച്ചർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ട്. അതായത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ അവകാശങ്ങളുടെ ലംഘനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ആഗോളതലത്തിൽ, അതായത് മൊത്തം രാജ്യങ്ങൾക്കിടയിൽ തന്നെ ശക്തമായ പ്രതിഷേധങ്ങളും ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ഇതിനെ ടാക്കിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഈ ഒരു പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ലോകരാജ്യങ്ങളും പ്രവർത്തിക്കണമെന്ന് നമ്മുടെ UN തന്നെ, ഐക്യരാഷ്ട്ര സംഘടന തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പാരീസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന പേരിൽ ഒരു പ്രിൻസിപ്പിൾ, അതായത് എല്ലാ ലോകരാജ്യങ്ങളും ചേർന്നിട്ട് ഒരു പ്രിൻസിപ്പിൾ തയ്യാറാക്കി 1991. 1993 ഇത് ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ UNന്റെ ജനറൽ അസംബ്ലി ഇത് അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ UNന്റെ ജനറൽ അസംബ്ലി ഇത് അംഗീകരിക്കുകയും ചെയ്തതോടെ UNൽ അംഗമായ മറ്റ് രാജ്യങ്ങളും ഈ ഒരു രീതിയിൽ, അതായത് മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ശക്തമായ രീതി, അതായത് അതിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള രീതികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ആവശ്യം ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ഈ ഒരു ആവശ്യത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ത്യയിലും മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് പ്രേരിതരാകുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു ബോഡിയെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് 3 രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നുകിൽ ഭരണഘടനയിൽ പറയണം, അല്ലെങ്കിൽ ഒരു നിയമം വഴി ചെയ്യാം, അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് റെസല്യൂഷൻ വഴിയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ ആദ്യം ഒരു റെസല്യൂഷൻ വഴിയാണ് തയ്യാറാക്കിയത്. എന്നാൽ പിന്നീട് അതിന് കുറച്ചുകൂടി ശക്തി പകരുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പാരീസ് പ്രിൻസിപ്പിൾസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു നിയമം വഴി രൂപം കൊള്ളുന്നതിന് വേണ്ടിയിട്ട് അതിന് ശക്തി പകരുന്നതിന് വേണ്ടി ഒരു നിയമവും പാസ്സാക്കിയിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്, അതായത് മനുഷ്യാവകാശ സംരക്ഷണ ആക്ട്. അത് 1993 അപ്പോൾ ഈ 1993 ആക്ടോട് കൂടിയാണ് നമ്മുടെ രാജ്യത്ത് രൂപം കൊണ്ട നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഒരു നിയമ പരിരക്ഷ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബാക്കിങ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മനുഷ്യാവകാശ കമ്മീഷനെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നമുക്ക് എന്ത് പറയാം, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണെന്ന് പറയാം. അതായത് നിയമം വഴിയുള്ള ഒരു പരിരക്ഷ ഈ ഒരു
ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ട് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വന്നത് 1993 ഓർത്തു വെക്കണം. അതൊരു ഇൻഡിപെൻഡന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തീരുമാനങ്ങളെ മറ്റ് ഗവൺമെന്റിനോ ജുഡീഷ്യറിക്കോ ഒന്നും തന്നെ ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. അത് ഇൻഡിപെൻഡന്റ് ആണ്, സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ബോഡിയാണ്. നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നിന്നും ഓർത്തു വെക്കേണ്ടത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രീതി വന്നത്. അത് പാരീസ് പ്രിൻസിപ്പിൾസ്, അത് ഹ്യൂമൻ റൈറ്റ്സ് 1991 ഓർത്തു വെക്കണം. പാരീസ് പ്രിൻസിപ്പിൾസ്. ഇനി ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ രൂപീകരിച്ചത്? അതൊരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ്? പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993. 1993 മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി കൊണ്ടുവന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഈ ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ രൂപം കൊള്ളുന്നത്. അതൊരു സ്വതന്ത്രമായ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിയമം വഴി രൂപം കൊണ്ട ബോഡി ആയതുകൊണ്ടാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വിളിക്കുന്നത്. അപ്പോൾ 1993 മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ടത് എന്ന് ഓർത്തു വെക്കണം. ഇനി മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ടു, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ടു. അപ്പോൾ എങ്ങനെ രൂപം കൊള്ളണം, ഇതിൽ ആരൊക്കെ വേണം എന്നൊക്കെ നമ്മുടെ ഈ ഒരു നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ ഒരു കാര്യമാണ് നമ്മൾ അടുത്തതായിട്ട് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ ഒരു ചെയർപേഴ്സൺ ഉണ്ട്, അതായത് ഒരു ചെയർമാൻ ഉണ്ട്. അതുകൂടാതെ 8 അംഗങ്ങളാണുള്ളത്, അതായത് ചെയർമാനും 8 അംഗങ്ങളും, അങ്ങനെ മൊത്തം 9 അംഗങ്ങളാണുള്ളത്. അപ്പൊ ഈ 8 അംഗങ്ങളെ നമുക്ക് 2 വിഭാഗങ്ങളായിട്ട് തിരിക്കാം. 4 പേര് ഫുൾ ടൈം മെമ്പർമാരാണ്, ഒരാള് 4 പേര് ഡീംഡ് മെമ്പേഴ്സ് ആണ്. ഡീംഡ് മെമ്പേഴ്സ് എന്ന് വെച്ചാൽ മറ്റ് സംഘടനകളുടെ അല്ലെങ്കിൽ മറ്റ് ഇതുപോലുള്ള രൂപീകരണത്തിന്റെ സമിതികളുടെ അംഗങ്ങളാണ്. അവരൊരു ഇഷ്യൂ വരുന്ന സമയത്ത് അവർ ആ ഒരു സമിതിയുടെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് ഇതിലേക്ക് വരും. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. അപ്പൊ ആരാണ് ഇവരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത്, ആരാണ് ഇവരെയൊക്കെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. അതായത് നമ്മുടെ രാഷ്ട്രപതിയാണ് ഈ മെമ്പർമാരെയൊക്കെ മനുഷ്യാവകാശ കമ്മീഷനിൽ നിയമിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നിന്ന് മനസ്സിലാക്കി, ചെയർമാൻ ഉണ്ട്, ചെയർമാൻ്റെ കൂടെ 8 മെമ്പർമാരുണ്ട്. ഈ 8 മെമ്പർമാരിൽ 4 പേര് ഫുൾ ടൈം മെമ്പർമാരാണ്, 4 പേര് ഡീംഡ് മെമ്പേഴ്സ് ആണ്, അതായത് മറ്റ് സമിതികളിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ ഇവരെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആരാണ് ചെയർമാൻ എന്ന് നോക്കാം. ആർക്കാണ് ചെയർമാൻ ആവാൻ പറ്റുക? വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ്. അതായത് നമ്മുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് പിരിഞ്ഞു പോകുന്ന ആൾക്കാരെയൊക്കെയാണ് നമ്മൾ ചെയർമാനായിട്ട് നിയമിക്കുന്നത്. അപ്പോൾ ഓർക്കണം, റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്, അതായത് സുപ്രീം കോടതിയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് പിരിഞ്ഞു പോകുന്ന ആൾക്കാരാണ്. അതായത് ഇന്ത്യയുടെ ജുഡീഷ്യറിയുടെ ഏറ്റവും മുകൾ പോസ്റ്റിൽ ഇരുന്നിട്ട് പിരിഞ്ഞു പോകുന്ന ആളെയാണ് നമ്മൾ ചെയർമാനായിട്ട് വഹിക്കുന്നത്. അതുകൂടാതെ 4 മെമ്പർമാരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സുപ്രീം കോടതിയിലത്തെ ജഡ്ജായിരിക്കണം. രണ്ടാമത്തെ മെമ്പർ എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിലെ ജഡ്ജായിരിക്കണം, അതും ചീഫ് ജഡ്ജായിരിക്കണം. അതായത് ഒന്നാമത്തെ മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിലെ ജഡ്ജ്, രണ്ടാമത്തെ മെമ്പർ എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിലെ ചീഫ് ജഡ്ജ്, ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിലെ ചീഫ് ജഡ്ജാണ്. പിന്നെയുള്ള 2 മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ അറിവുകളുള്ള 2 എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരായിരിക്കണം. അത് പ്രസിഡന്റിന് നിയമിക്കാവുന്നതാണ്. ആരാണ് ഇവരെയൊക്കെ പറയുന്നത് എന്ന് നമ്മൾ അടുത്ത സ്ലൈഡിൽ പഠിക്കും, ആരാണ് ഇവരെയൊക്കെ നിർദ്ദേശിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു 4 ഡീംഡ് മെമ്പേഴ്സ് ഉണ്ട്. എന്താണ് ഈ ഡീംഡ് മെമ്പേഴ്സ് എന്ന് വെച്ചാൽ മറ്റ് സമിതികളിൽ നിന്നും ഈ NHRCയിലേക്ക് വരുന്ന ആൾക്കാരാണ്. എന്തിനാണ് ഇവരെ വെക്കുന്നത്? കാരണം ഈ ഒരു മനുഷ്യാവകാശങ്ങൾ പ്രധാനമായിട്ടും നടക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വീക്കറായ ആൾക്കാർക്കെതിരെയാണ്. ഏറ്റവും വീക്കറായ ആൾക്കാരെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെയാണ് മൈനോറിറ്റീസ്. മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ, ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ വളരെ എണ്ണം കുറവുള്ള ആൾക്കാരെയാണ് നമ്മൾ മൈനോറിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് ക്രിസ്ത്യൻ മതവിഭാഗത്തിലുള്ളവർ, അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗത്തിലുള്ളവർ, അല്ലെങ്കിൽ ഭാഷയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രം സംസാരിക്കുന്ന ഭാഷാടിസ്ഥാനത്തിലുള്ള മൈനോറിറ്റികളുണ്ട്, സിഖുകാർ, അതുപോലെയുള്ള മൈനോറിറ്റീസ് ഉണ്ട്. വളരെ കുറഞ്ഞ പോപ്പുലേഷൻ മാത്രമുള്ള ആൾക്കാർ, ബുദ്ധമതം ഫോളോ ചെയ്യുന്ന ആൾക്കാർ, പാഴ്സികൾ. അപ്പൊ ഇത്തരത്തിലുള്ള മൈനോറിറ്റി അല്ലെങ്കിൽ ന്യൂനപക്ഷമായ ആൾക്കാർക്ക് വേണ്ടി ഒരു കമ്മീഷൻ ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്, ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് വിളിക്കാം. ഈ ഒരു ന്യൂനപക്ഷ കമ്മീഷനെ നിന്നും ഒരാൾ വരും.
അതായത് ചെയർപേഴ്സൺ ആണ് വരുന്നത്. അപ്പോൾ ആ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണ് ഒരു മെമ്പർ. അപ്പോൾ അടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്. അടുത്ത ഏറ്റവും വീക്കറായ സെക്ഷനാണ് ആരാണ്? ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ. അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക കമ്മീഷൻ ഉണ്ട്. അതാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയുള്ള കമ്മീഷനാണ്. അതിന്റെ ചെയർപേഴ്സണാണ് രണ്ടാമത്തെ മെമ്പർ. മൂന്നാമത്തത് ഷെഡ്യൂൾഡ് ട്രൈബ്, അതായത് ആദിവാസികൾ എന്ന് വിളിക്കുന്ന ഷെഡ്യൂൾഡ് ട്രൈബ്സ്. അവർക്ക് വേണ്ടിയിട്ടുള്ള കമ്മീഷൻ ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്. അവരുടെ ചെയർപേഴ്സൺ, ആ ഒരു കമ്മീഷന്റെ ചെയർപേഴ്സണും ഒരു മെമ്പറായിട്ട് വരും. അടുത്തത് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കമ്മീഷൻ ഉണ്ട്. എന്താണ് സ്ത്രീകൾ ഏറ്റവും വീക്കർ സെക്ഷൻ ആണെന്ന് പറയുന്നത്? നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ കുറിച്ച് നമ്മൾ ദിവസവും പത്രത്തിൽ വായിക്കുന്നതാണ്. അപ്പോൾ സ്ത്രീകൾക്ക് എതിരെയുള്ള ഇത്തരം അതിക്രമങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ. അപ്പോൾ ഈ ഒരു കമ്മീഷനിൽ നിന്നുള്ള അതിന്റെ ചെയർപേഴ്സണും ഇതിലേക്ക് മെമ്പറായി വരും. അപ്പോൾ നമ്മൾ മെമ്പർമാരെ കുറിച്ച് പഠിച്ചു. അതായത് അതിൽ മൊത്തം 9 ആൾക്കാരാണുള്ളത്. ഒരാൾ ചെയർപേഴ്സൺ ആണ്, അയാളാണ് റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. അടുത്ത ഒരു മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിലെ ജഡ്ജായിരിക്കും. അടുത്ത ഒരു മെമ്പർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹൈക്കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. പിന്നെയുള്ള 2 മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച വിഷയങ്ങളിൽ വളരെ അറിവും പ്രാവീണ്യമുള്ള ആൾക്കാരായിരിക്കും. പിന്നെ 4 പേരുണ്ട്. ഈ 4 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലെ ഏറ്റവും വീക്കറായ, ഏറ്റവും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വിഭാഗങ്ങളിലെ ആൾക്കാരായിരിക്കും. കാരണം ഈ ഒരു മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പിലേക്ക് വരുന്ന പ്രശ്നങ്ങൾ ഭൂരിഭാഗവും ഈ 4 വിഭാഗത്തിൽപ്പെട്ടവരുടെ പ്രശ്നങ്ങളായിരിക്കും. ഒന്നുകിൽ മൈനോറിറ്റീസ് ആയിരിക്കും, ന്യൂനപക്ഷത്തിൽപ്പെട്ട ആൾക്കാരുടെ പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റോ ഷെഡ്യൂൾഡ് ട്രൈബിന്റെയോ പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളായിരിക്കും. അപ്പോൾ ഇവരാണ് 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ ഒരാളെ നിയമിക്കുകയല്ല, ഒരു പോസ്റ്റ്, അതായത് ഈ ഒരു കമ്മീഷന്റെ ചെയർമാൻ ആരാണോ അയാളാണ് വരേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മെമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചു. ഇനി ആരാണ് നിയമിക്കുന്നത്? പ്രസിഡന്റ് ആണ് നിയമിക്കുന്നത്. പക്ഷേ പ്രസിഡന്റ് നിയമിക്കണമെങ്കിൽ പ്രസിഡന്റിനോട് പറയണ്ടേ ഇന്നയാളെ നിയമിക്കൂ, ഇന്നയാളെ നിയമിക്കൂ, ഇന്നയാളെ നിയമിക്കും. കാരണം നമുക്ക് ആദ്യത്തെ 4 പോസ്റ്റുകളിലേക്ക് പ്രസിഡന്റിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കാരണം ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയർഡ് ചെയ്ത ഒരുപാട് ആൾക്കാർ ഇന്ത്യയിലുണ്ടാവും. അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ തന്നെ ഒരുപാട് ജഡ്ജികളുണ്ട്, 30ഓളം ജഡ്ജിമാരുണ്ട്. ഹൈക്കോടതികളാണെങ്കിൽ ഒരുപാട് ഹൈക്കോടതികളുണ്ട്. അപ്പോൾ ഓരോ സംസ്ഥാനത്തിനും ഹൈക്കോടതികളുണ്ട്. അപ്പോൾ ഓരോ ഹൈക്കോടതിയിൽ നിന്നും ഏത് ചീഫ് ജസ്റ്റിസിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ 2 മെമ്പേഴ്സ് എക്സ്പേർട്ടായ ആൾക്കാരെന്ന് പറഞ്ഞു. അപ്പോൾ മനുഷ്യാവകാശങ്ങളിൽ എക്സ്പേർട്ടായ ഒരുപാട് ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ പ്രസിഡന്റിന് ഒരു ലിസ്റ്റ് തയ്യാറാക്കി കൊടുക്കണം, ആരെയൊക്കെയാണ് നിയമിക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് ആരാണ് തയ്യാറാക്കേണ്ടത് എന്നാണ് നമ്മൾ അടുത്ത സ്ലൈഡിൽ പഠിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആരെയൊക്കെയാണ് നിയമിക്കേണ്ടത് എന്ന് പറഞ്ഞ് പ്രസിഡന്റിന് ഒരു ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് സെലക്ഷൻ കമ്മിറ്റിയാണ് കൊടുക്കുന്നത്. അപ്പോൾ സെലക്ഷൻ കമ്മിറ്റി എന്ന പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു കമ്മിറ്റിയാണ്, അതായത് ഒരാളല്ല. അപ്പോൾ ഈ ഒരു സെലക്ഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റിയിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ആൾക്കാരുടെ പേര് നിങ്ങൾ ഓൾറെഡി കണ്ടിടണം. എന്തുകൊണ്ടാണ് ഇത്രയും വിവിധ വിഭാഗങ്ങളിലുള്ള ആൾക്കാർ ഈ ഒരു സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് വന്നത് എന്ന് നമുക്ക് നോക്കാം. സാധാരണയായിട്ട് മനുഷ്യാവകാശ കമ്മീഷന്റെ മുന്നിൽ വരുന്ന ഒരു പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന്റെ അതിക്രമങ്ങളാണ്. അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, അവിടെ വെച്ചിട്ട് മർദ്ദിച്ചിട്ട് എന്തെങ്കിലും മരണം സംഭവിക്കും, അല്ലെങ്കിൽ മർദ്ദിച്ചിട്ട് എന്തെങ്കിലും കാര്യമായ കേടുപാടുകൾ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിക്കും. അപ്പോൾ ഇത് ആരുടെ കീഴിലാണ്? എക്സിക്യൂട്ടീവിന്റെ കീഴിലാണ്. അതായത് സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഹോം മിനിസ്ട്രിയുടെ കീഴിലാണ്, അല്ലെങ്കിൽ പട്ടാളക്കാർ നടത്തുന്ന അതിക്രമങ്ങൾ. അപ്പൊ ഇത്തരത്തിൽ പ്രധാനമായിട്ടും എക്സിക്യൂട്ടീവിന്റെ അതിക്രമങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടാവുക. അപ്പോൾ അത് ആരുടെ കീഴിലാണ്? പ്രധാനമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കീഴിലാണ്. സ്വാഭാവികമായിട്ട് നിയമിക്കുന്നത് പ്രധാനമന്ത്രിയും മന്ത്രിമാരുമാണെങ്കിൽ ഈ ഒരു കമ്മീഷന്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് അവരുമായിട്ട് ഒരു ചായ്വ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ മന്ത്രിമാരൊക്കെ അവർക്ക് താല്പര്യമുള്ള ആളെയാണ് ഈ ഒരു കമ്മീഷനിലേക്ക് നിയമിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ളൊരു ബാലൻസ്, അതായത് ആ ഒരു ഇൻഡിപെൻഡൻസ്, സ്വതന്ത്രത നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രൈം മിനിസ്റ്ററെയും പ്രധാനമന്ത്രിയും ലോകസഭാ സ്പീക്കറെയും നമ്മുടെ ഹോം മിനിസ്റ്റർ, സെൻട്രൽ ഹോം മിനിസ്റ്ററെയും യൂണിയൻ ഹോം മിനിസ്റ്ററെയും രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനെയും ഓപ്പോസിഷൻ, അതായത് നമ്മുടെ ലോകസഭയിലെയും രാജ്യസഭയിലെയും ഓപ്പോസിഷൻ ലീഡറെയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലേക്ക് വരുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഒരു പ്രത്യേക പാർട്ടിയെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആളെ ഇഷ്ടപ്പെടുന്ന ആളോ അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കില്ല. കാരണം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രതിപക്ഷത്തിന്റെ ആൾക്കാരും ഉണ്ട്,
നമ്മുടെ ഭരണപക്ഷത്തിന്റെ ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ബാലൻസ്ഡ് ആയ, ഒരു പൊളിറ്റിക്കലി ബയാസ്ഡ് അല്ലാത്ത, അതായത് രാഷ്ട്രീയപരമായിട്ട് ഒരു പ്രത്യേക ഭാഗത്തോട് ചായ്വില്ലാത്ത ഒരാളായിരിക്കും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലേക്ക് വരുന്നത്. ഒരാളെന്ന് പറഞ്ഞാൽ അതിലെ 4 മെമ്പർമാരായിരിക്കും, ചെയർപേഴ്സണും ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ ഇൻഡിപെൻഡൻസി, സ്വതന്ത്രമായിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ പ്രവർത്തിക്കും എന്ന് നമുക്ക് ഈ ഒരു സെലക്ഷൻ കമ്മിറ്റിയുടെ രൂപഘടന കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കേണ്ട, സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെയാണുള്ളതെന്ന് ഓർത്തു വെക്കണം. ഒന്ന് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ആഭ്യന്തരമന്ത്രിയുണ്ട്. പിന്നെ സ്പീക്കർ, ലോകസഭയുടെ സ്പീക്കർ ഉണ്ട്. രാജ്യസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറാണുള്ളത്. പിന്നെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആണ്. ലോകസഭയുടെയും രാജ്യസഭയുടെയും ഓപ്പോസിഷൻ ലീഡേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ ഇതൊന്ന് ഓർത്തു വെക്കണം. അപ്പൊ ഇത്രയാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഈ ഒരു കോമ്പോസിഷനെ കുറിച്ചൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള. ഇനി അടുത്ത ചോദ്യം സാധാരണയായിട്ട് ചോദിക്കുന്നത് ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്, ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ് എന്നൊക്കെയാണ്. അതുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നമ്മൾ പറഞ്ഞു 1993 രൂപീകരിച്ചത്. അപ്പോൾ ആദ്യത്തെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ രംഗനാഥ് മിശ്രയാണ്. അപ്പോൾ ഓർത്തു വെക്കേണ്ട, ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് രംഗനാഥ് മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ചെയർമാൻ HL ദത്തു ആണ്. ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? HL ദത്തു. അപ്പോൾ ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഡൽഹിയാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആദ്യത്തെ ചെയർമാൻ രംഗനാഥ് മിശ്ര, ഇപ്പോഴത്തെ ചെയർമാൻ HL ദത്തു. ആ പേരുകളൊന്ന് ഓർത്തു വെക്കണം. കാരണം ചില സമയത്ത് നമ്മുടെ 10th ലെവൽ എക്സാമിനൊക്കെ ഈ ഒരു കാര്യം ചോദിക്കാവുന്നതാണ്. അപ്പൊ കറന്റ് ചെയർമാൻ ഉള്ളത് മാറാവുന്നതാണ്. കാരണം പുതിയൊരാളെ മാറ്റി നിയമിക്കാവുന്നതാണ്. കാരണം അവർക്ക് ഫിക്സഡ് ടേം ഉണ്ട്. അപ്പൊ എന്താണ് ഈ ആൾക്കാരുടെ, നിയമിക്കുന്ന ആൾക്കാരുടെ ടേമിനെ കുറിച്ച് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ടേം എത്ര കാലത്തേക്കാണ് ഇവരെ നിയമിക്കുന്നത്? 3 വർഷത്തേക്കാണ് നിയമിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് 70 വയസ്സ് തികയുന്ന സമയം. കാരണം എന്തുകൊണ്ടാണ്? നമുക്കറിയാം, എല്ലാവരും റിട്ടയർഡ് ആയ ജഡ്ജിമാരെയൊക്കെയാണ് നിയമിക്കുന്നത്. ചീഫ് ജസ്റ്റിസ്, റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ്. അപ്പോൾ അവർക്ക് 70 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ റിട്ടയർഡ് ആയി പോകണം, മതിയാക്കേണ്ടി വരും. അപ്പോൾ ഒന്നുകിൽ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് എത്തുന്നവരെ, ഏതാണോ ആദ്യം അതാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു പ്രാവശ്യം ഇതിലെ മെമ്പറായി, അപ്പോൾ അവർ വീണ്ടും ഇതിലെ മെമ്പർ ആവാൻ പറ്റുമോ? അത്തരത്തിൽ അവർക്ക് റീ അപ്പോയിന്റ്മെന്റ് സാധ്യമാണ്. അതായത് ഒരിക്കൽ മെമ്പറായി കഴിഞ്ഞു അല്ലെങ്കിൽ ഒരിക്കൽ ചെയർമാനായി വീണ്ടും ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവർക്ക് റീ അപ്പോയിന്റ്മെന്റ് അവൈലബിൾ ആണ്. പക്ഷേ നോട്ട് എലിജിബിൾ ഫോർ ഫർദർ എംപ്ലോയ്മെന്റ് അണ്ടർ ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഈ ഒരു മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് അവർ പിരിഞ്ഞു. മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് പിരിഞ്ഞു. മനുഷ്യാവകാശ കമ്മീഷനിൽ തന്നെ തിരിച്ചു കയറാൻ അവർക്ക് കുഴപ്പമില്ല. പക്ഷെ മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഗവൺമെന്റിന്റെ പോസ്റ്റുകളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് അർഹതയില്ല. എന്തുകൊണ്ടായിരിക്കും അത്തരത്തിലുള്ള ഒരു പ്രൊവിഷൻ വെച്ചിട്ടുണ്ടാവുക? കാരണം ഇത്തരത്തിൽ ഒരു പ്രൊവിഷൻ ഇല്ലായിരുന്നു എങ്കിൽ ഇവർ, അതായത് ഇവിടെ നിന്ന് മതിയാക്കി കഴിഞ്ഞാലും എനിക്ക് ഒരു നല്ലൊരു പോസ്റ്റ് ലഭിക്കുന്നതിന് വേണ്ടി, ഗവൺമെന്റിന്റെ കീഴിൽ പോസ്റ്റ് ലഭിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിന്റെ സ്വാധീനത്തിന് വഴങ്ങാൻ സാധ്യതയുണ്ട്. ഗവൺമെന്റിനെതിരെ ഒരു വലിയ അലിഗേഷൻ വന്നു. ഒരു ഉദാഹരണത്തിന് ഒരു പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. ആ പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് പോലീസ് ശക്തമായി പോയി ലാത്തി ചാർജ് നടത്തിയപ്പോൾ വളരെ ക്രൂരമായിട്ട് ആൾക്കാരെ മർദ്ദിച്ചു. ഇതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ പരാതി എടുത്തു. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ പരാതി നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ അന്വേഷണം നടത്തുന്ന സമയത്ത് അത് ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായൊരു തെളിവായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് ഗവൺമെന്റിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ ഈ ഒരു മനുഷ്യാവകാശ കമ്മീഷനെ സ്വാധീനിക്കാൻ ഗവൺമെന്റിന് കഴിയും. എങ്ങനെ? ഇത്തരത്തിലുള്ള ഒരു അപ്പോയിന്റ്മെന്റ് കൊടുത്തിരുന്നെങ്കിൽ. പക്ഷെ നിലവിൽ ഇത്തരത്തിലൊരു അപ്പോയിന്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് ഗവൺമെന്റിന്റെ യാതൊരു സ്വാധീനത്തിനും ഈ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ വഴങ്ങേണ്ടതില്ല. അപ്പോൾ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ അതിലെ അംഗങ്ങളെ ഇത്തരത്തിലൊരു സ്വതന്ത്രന്മാരാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3 വർഷത്തെ ടേം ഉണ്ട്. ഒരു പ്രാവശ്യം നിയമിച്ചു കഴിഞ്ഞാൽ അവരെ പിരിച്ചുവിടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതുപോലെ തന്നെ അവരെ മറ്റു പോസ്റ്റുകളിലേക്ക് കിട്ടാത്തതുകൊണ്ട് അവർ സ്വാധീനത്തിന് വഴങ്ങാനും സാധ്യതയില്ല. അപ്പോൾ ഇൻ കേസ് ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, ഉദാഹരണത്തിന് ഈ ഒരു മനുഷ്യാവകാശ കമ്മീഷനിലെ ഏതെങ്കിലും ഒരു മെമ്പർ ഗവൺമെന്റിനെ സഹായിച്ചു, അതായത് ഇത്തരത്തിലുള്ളൊരു കേസ് വന്ന സമയത്ത് ഗവൺമെന്റിന് അനുകൂലമായിട്ട് പെരുമാറി, അപ്പൊ അത്തരത്തിലുള്ള കേസ് വന്നു, അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങള് അവര് എന്തെങ്കിലും ബാങ്ക് കറപ്റ്റായി,
അപ്പോൾ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നു, അതായത് അദ്ദേഹത്തിന് സാമ്പത്തികമായ പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ സാമ്പത്തികമായ പ്രശ്നങ്ങൾ വന്നപ്പോൾ അദ്ദേഹം അതിനനുസരിച്ച് പെരുമാറാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാനസികമായ പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റണമല്ലോ, കാരണം അതൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ്. പക്ഷെ നമ്മൾ അതേ സമയത്ത് അദ്ദേഹത്തിന് 3 വർഷത്തെ ടേം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സമയത്ത് അദ്ദേഹത്തെ മാറ്റണമെങ്കിൽ അത് മാറ്റാൻ പറ്റും. ആർക്ക് പറ്റും? നിയമിച്ച ആൾക്ക് തന്നെ മാറ്റാൻ പറ്റും, പ്രസിഡന്റിന് പറ്റും. പക്ഷേ പ്രസിഡന്റിന് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ പറ്റില്ല. അത്തരത്തിൽ മാറ്റണമെങ്കിൽ ആരുടെ? സുപ്രീം കോടതിയുടെ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. അപ്പോൾ പ്രസിഡന്റിന് ഏതെങ്കിലും ഒരു മെമ്പറിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ വിവരം സുപ്രീം കോടതിയെ അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സുപ്രീം കോടതി ഈ മെമ്പറിനെ കുറിച്ചിട്ട് ആണോ മാറ്റേണ്ടത് അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തും. ഈ ഒരു അന്വേഷണം നടത്തി അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രസിഡന്റിന് തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻഡിപെൻഡന്റ് ആണ്, സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ രാഷ്ട്രീയ കാരണങ്ങളാൽ ഒരിക്കലും തന്നെ നമുക്ക് ഈ ഒരു മനുഷ്യാവകാശ കമ്മീഷനിലെ മെമ്പർമാരെ പിരിച്ചുവിടാൻ വേണ്ടി പറ്റുകയില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതെന്ന് നമുക്കൊന്ന് ക്വിക്കായിട്ട് നോക്കാം. നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് പഠിച്ചത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് വന്നത്. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് പറഞ്ഞു, നിയമപ്രകാരം വന്നതാണ് 1993. അതിൽ കമ്മിറ്റിയിൽ ഒരു ചെയർമാനും 8 മെമ്പർമാരുമാണുള്ളതെന്ന് പഠിച്ചു. 8 മെമ്പർമാരിൽ 4 മെമ്പർമാർ ഫുൾ ടൈം ആണ്, 4 പേര് മറ്റ് കമ്മിറ്റികളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് ആണ്. ചെയർമാൻ ആരാണ്? റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ്. ഒന്നാമത്തെ മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജായിരിക്കും. രണ്ടാമത്തെ മെമ്പർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. മറ്റ് 2 മെമ്പർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മനുഷ്യാവകാശ വിഷയങ്ങളിൽ വളരെ എക്സ്പേർട്ടായ ആൾക്കാരായിരിക്കും. 4 മെമ്പർമാർ വീക്കർ സെക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്ന കമ്മീഷൻ എന്നുള്ള ആൾക്കാരാണ്. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്, ന്യൂനപക്ഷ കമ്മീഷന്, ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ കമ്മീഷന്, ഷെഡ്യൂൾഡ് ട്രൈബിന്റെ കമ്മീഷന്, സ്ത്രീകൾക്കായുള്ള കമ്മീഷനിൽ നിന്നും. ഇനി നമ്മൾ ഓർത്തു വെക്കേണ്ടത് ഇവരെ സെലക്ട് ചെയ്യുന്നത് ഒരു സെലക്ഷൻ കമ്മിറ്റിയാണ്. ആ സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെയുണ്ട്? പ്രധാനമന്ത്രിയുണ്ട്, ലോക്സഭാ സ്പീക്കർ ഉണ്ട്, ഹോം മിനിസ്റ്റർ ഉണ്ട്, ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭയുണ്ട്, പിന്നെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഉണ്ട്. എവിടത്തെയൊക്കെ? രാജ്യസഭയിലും ലോകസഭയിലും. ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് രംഗനാഥ് മിശ്രയാണെന്ന് ഓർത്തു വെക്കണം. ഇന്നത്തെ ചെയർമാൻ HL ദത്തു ആണെന്ന് ഓർക്കണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഡൽഹിയാണ്. ഇവർക്ക് ഫിക്സഡ് ടേം ആണ്, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് ആകുന്നത് വരെ. അവർ ഒരു പ്രാവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ 70 വയസ്സായിട്ടില്ലെങ്കിൽ വീണ്ടും അവർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഈ ഒരു മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഗവൺമെന്റിന്റെ കീഴിൽ യാതൊരു ജോലിയും കിട്ടിയില്ല. ഇവരെ റിമൂവ് ചെയ്യാനുള്ള പവർ ആർക്കാണ്? പ്രസിഡന്റിനാണുള്ളത്. പക്ഷെ എളുപ്പത്തിൽ മാറ്റുമോ? എളുപ്പത്തിൽ പറ്റില്ല. എങ്ങനെ പറ്റുള്ളൂ? സുപ്രീം കോടതിയുടെ അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രമേ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഈ ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരികയാണുള്ളത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് പഠിച്ചത്, അതിന്റെ കോമ്പോസിഷൻ, അതിന്റെ എങ്ങനെയാണ് അപ്പോയിന്റ്മെന്റ് എന്നൊക്കെ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കും. ഇതേപോലെ നമ്മുടെ സംസ്ഥാനത്ത് ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്. അപ്പോൾ ആ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കും. പിന്നെ ഈ ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്, ഇതിന്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്, ഇതിന് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമ്മൾ വിശദമായിട്ട് പഠിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്കത് വിശദമായിട്ട് കാണാം. എന്നാൽ മാത്രമേ നമുക്ക് മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ ലഭിക്കുകയുള്ളൂ. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.